ഹായ് ഓൾ, എൻ്റെ പേര് മുഫീദ. കഴിഞ്ഞ ഡിസംബർ 9-നായിരുന്നു എൻ്റെ ഖത്തർ പ്രോമെട്രിക് എക്സാം. അൽഹംദുലില്ലാ പാസ്സായി. ഈ ഒരു ജേണിയിൽ എന്നെ വളരെ സഹായിച്ചത് ടീം അഡ്വഞ്ചറും എൻ്റെ ഫാമിലിയുമാണ്. താങ്ക് യു. പിന്നെ എനിക്ക് അഡ്വഞ്ചർ റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് നജില ആണ്. താങ്ക് യു നജില. ആൻഡ്രു സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ്സാണ് സാറിൻ്റെത്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ബേസിക് നോളജ് വർദ്ധിപ്പിക്കാനൊക്കെ സാറിൻ്റെ ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മെൻറ്റർ നിലിന മാം ആയിരുന്നു. മാം ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ത് ഡൗട്ട് എപ്പോഴാണ് ചോദിച്ചാലും മാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ മാനേജർ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ ആപ്പിൻ്റെ എന്ത് പ്രശ്നം എപ്പം പറഞ്ഞാലും അവർ നമുക്കത് ക്ലിയർ ചെയ്ത് നമ്മൾ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു വേ ക്ലിയർ ആക്കി തന്നിരുന്നു. താങ്ക് യു ഓൾ ദ ടൈം. പിന്നെ എൻ്റെ സ്റ്റഡി പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ സാറിൻ്റെ ക്ലാസ് നോക്കി, പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത്, പിന്നെ ക്രാഷ് കോഴ്സ് നോക്കി, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് നോക്കി. അതിനുശേഷമാണ് ഞാൻ ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തതിന് ശേഷമുള്ള ആ ഒരു 1 മന്ത് വീണ്ടും സാറിൻ്റെ മെറ്റീരിയൽസ് വെച്ച് റിവിഷൻ ചെയ്തു. പിന്നെ ഡൗട്ട് വരുന്നത് സാറിൻ്റെ ക്ലാസ് കേട്ട് വീണ്ടും ക്ലിയർ ആക്കി. പിന്നെ മോക്ക് ടെസ്റ്റ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തു. ഈ റിവിഷൻ്റെ ടൈമിലാണ് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തത്. പിന്നെ ഫയൽസ് വീണ്ടും റിവൈസ് ചെയ്തു. പിന്നെ കാൽക്കുലേഷൻ്റെ പാർട്ടൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് ഞാൻ സാറിൻ്റെ മെറ്റീരിയൽസിലുള്ള കാൽക്കുലേഷൻ മാത്രമേ നോക്കിയുള്ളായിരുന്നു. അതും ട്വിസ്റ്റഡ് ആയിട്ടുള്ളതൊന്നും അധികം നോക്കിയില്ല. ഏകദേശം നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയും നമ്മുടെ ആപ്പിലുള്ള ആ ഫയല് മാത്രം ജസ്റ്റ് നോക്കിയത്. ക്ലാസ് ഞാൻ അധികം കേട്ടിട്ടില്ല. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് ടഫ് ആൻഡ് ടെസ്റ്റഡ് എക്സാം ആയിരുന്നു. പിന്നെ നമ്മുടെ ഫയലിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് അല്ല. കേസസ്, കാൽക്കുലേഷന്, മെഡിസിനൽ കെമിസ്ട്രി, ഫാർമക്കോളജി എല്ലാം അടങ്ങിയ ഒരു എക്സാം തന്നെയാണ്. പിന്നെ സാറിൻ്റെ ക്ലാസ്സാണ് ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ഹെൽപ്പായത്. പിന്നെ ഇനി എക്സാം എഴുതുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫയൽസും മെറ്റീരിയൽസും നിങ്ങൾ നന്നായിട്ട് നോക്കുക. നന്നായിട്ട് ജസ്റ്റ് നോക്കിയാൽ പോരാ, മനസ്സിലാക്കി പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ തിരിച്ചും മറിച്ചും ട്വിസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ലോണം മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ കഴിയുന്നത്ര റിവിഷൻ ചെയ്യുക. അപ്പോൾ റിവിഷന് നമ്മളെ കോൺഫിഡൻസ് കൂട്ടും, പിന്നെ കൺഫ്യൂഷൻ കുറയ്ക്കും. അത് നല്ലൊരു ഫാക്ടറാണ്. അപ്പോൾ റിവിഷന് നന്നായിട്ട് ചെയ്യാം. പിന്നെ ടെൻഷൻ അടിക്കാതെ എക്സാമിൻ്റെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. അതും ഒരു ഫാക്ടറാണ്. ടെൻഷൻ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ടെൻഷൻ എഴുതാതെ ടൈം മാനേജ്മെൻറ്റോട് കൂടി തന്നെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ് ആൻഡ് താങ്ക് എ ലോട്ട് ടീം അഡ്വഞ്ചർ.